നമസ്കാരം. ടാരോട്ട് ഇൻസൈറ്റ് ജേർണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നോക്കുന്നത്. ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്. ഇതിൽ പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിക്കുക, നെഗറ്റീവായ കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുക. ഇത് നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ പാർട്ട്ണറുടെയും കറൻറ്റ് എനർജി എന്താണെന്നും അവരുടെ ഫീലിംഗ് എന്താണെന്നും അവരുടെ ഇൻറ്റൻഷൻ എന്താണെന്നും നോക്കാം. 9 ഓഫ് കപ്പ്, 10 ഓഫ് വാണ്ട്, ക്യൂൻ ഓഫ് കപ്പ്, ഏസ് ഓഫ് കപ്പ്, കിങ് ഓഫ് കപ്പ്, ദ വീൽ, 8 ഓഫ് കപ്പ്. ഈ കാർഡുകളാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ മിക്ക കാർഡുകളും കപ്പ് എനർജിയാണ് കാണുന്നത്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഫീലിങ്സുമാണ് കൂടുതലായി പറയുന്നത്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളുടെ ആഗ്രഹത്തിന് അനുസരിച്ച് നിങ്ങൾ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റിലേക്ക് എത്തുന്നതായിട്ടാണ് കാണുന്നത്. ഇത്ര നാൾ നിങ്ങൾ മുന്നോട്ട് പോയിരുന്നത് പലതും അടക്കി പിടിച്ചുകൊണ്ടാണ് എന്നാണ് കാണുന്നത്. പല വ്യക്തികൾക്കും വേണ്ടിയാണ് നിങ്ങൾ ജീവിച്ചിരുന്നത്. അത് മാറി നിങ്ങളുടെ ഇഷ്ടത്തിനും ആഗ്രഹത്തിനും ഇനി മുൻഗണന കൊടുത്ത് ജീവിക്കുന്നതായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പാർട്ട്ണറുടെ എനർജി, ആ വ്യക്തി പാസ്റ്റ് ലൈഫിലെ കുറേ കാര്യങ്ങളെ ചുമന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് കാണുന്നത്. നിങ്ങൾ രണ്ട് വ്യക്തികളും ഒരുമിച്ച് ഉള്ള നല്ല ഓർമ്മകളും നിമിഷങ്ങളും ഇതെല്ലാം തിരിച്ചറിഞ്ഞത് ഇപ്പോഴാണ് എന്ന് കാണുന്നു. ഇതുവരെ ആളുടെ ഈഗോയാണ് കൂടുതലായി പ്രവർത്തിച്ച് കാണുന്നത്. ആളുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ആളുടെ ഇഷ്ടത്തോടു കൂടി തന്നെ ആയിരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നില്ല. മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയായിരുന്നു എന്നും കാണുന്നു. മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് അവരുടെ ഇഷ്ടത്തിന് വേണ്ടിയാണ് കൂടുതൽ ആ വ്യക്തി ജീവിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ആ നല്ല നിമിഷങ്ങൾ ഇപ്പോഴാണ് ആ വ്യക്തി തിരിച്ചറിഞ്ഞതും ആ ഓർമ്മകളുമായാണ് ആ വ്യക്തി മുന്നോട്ട് നടന്നു നീങ്ങുന്നത്. ആ വ്യക്തി വൈകാരികമായി വളരെ വേദനയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കും. ആളുടെ ഹൃദയത്തിൽ ഇപ്പോഴും നിങ്ങളോട് ഒരു ഡീപ്പ് ലവ് ഉള്ളതായി കാണുന്നുണ്ട്. പക്ഷേ അത് എക്സ്പ്രസ് ചെയ്യാൻ ആ വ്യക്തിക്ക് സാധിച്ചില്ല എന്നും കാണുന്നു. മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടി നിങ്ങളുമായിട്ടുള്ള പലതും ആ വ്യക്തി മറച്ചു വെച്ചതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ആ ഹൃദയവേദനയിൽ ആ വ്യക്തി വളരെയധികം വിഷമിക്കുന്നതാണ് കാണുന്നത്. ആ വ്യക്തി ഇപ്പോൾ നിങ്ങളുമായിട്ട് ഒരു പുതിയ ഓഫറുമായി വരുവാൻ താല്പര്യപ്പെടുന്നുണ്ട്. പക്ഷേ ആ ഓഫർ ആ വ്യക്തി വച്ചു നീട്ടുമ്പോഴും ആ വ്യക്തിയുടേതായ ഇഷ്ടത്തിനോ അല്ലെങ്കിൽ പ്രാധാന്യമോ അവിടെ കാണുവാൻ സാധിക്കില്ല. മറ്റുള്ളവർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അവർ പറഞ്ഞതിനനുസരിച്ചോ ആയിരിക്കാം ആ വ്യക്തി ഇപ്പോൾ മുന്നോട്ട് വരുവാൻ താല്പര്യപ്പെടുന്നത്. ആളുടേതായ ഹൃദയം തുറന്ന് ആ വേദനയും അല്ലെങ്കിൽ ആ വ്യക്തിയുടേതായ ഒരു സ്നേഹമോ നിങ്ങളുടെ മുന്നിൽ തുറന്ന് പറയുവാൻ ആ വ്യക്തിക്ക് ഇപ്പോഴും സാധിക്കുന്നില്ല എന്നാണ് കാണുന്നത്. ഈ ആ വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറിച്ച് മാത്രമാണ് കൂടുതലായി ബോധേഡായിട്ട് കാണുന്നത് എന്ന് കാണാം. നിങ്ങളുടെ ലൈഫിലെ വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ടാണ് നിങ്ങൾ നിന്നിരുന്നത് എന്ന് കാണുന്നു. പല കാര്യങ്ങളും ബാലൻസായി പോകുവാൻ വേണ്ടി നിങ്ങൾ വളരെയധികം സമാധാനത്തോടും ക്ഷമയോടും കൂടിയാണ് ഈ ബന്ധത്തിൽ തുടർന്നു പോയതായി കാണുന്നത്. നിങ്ങളുടെ പാർട്ട്ണറുടെ ഒരു സപ്പോർട്ട് നിങ്ങൾ എപ്പോഴും ആഗ്രഹിച്ചതായി കാണുന്നു. പക്ഷേ പാർട്ട്ണർ നിങ്ങളുമായി സഹകരിക്കാൻ ഒട്ടും തന്നെ താല്പര്യം പ്രകടിപ്പിച്ചതായി കാണുന്നില്ല. നിങ്ങളുടെ ഒരു കാർമിക് സിറ്റുവേഷനാണ് ഇവിടെ എൻഡ് ചെയ്തതായി കാണുന്നത്. ഒരു കർമ്മ നിങ്ങൾ അനുഭവിക്കേണ്ടതായിരുന്നു എന്നും അത് ഇപ്പോൾ അവസാനിച്ചുകൊണ്ട് ഒരു പുതിയ
ടേണിംഗ് പോയിന്റിലേക്ക് നിങ്ങളുടെ ജീവിതം മാറുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇനി നിങ്ങൾ അതിനുള്ള എഫേർട്ടാണ് എടുക്കേണ്ടത് എന്ന് കാണുന്നു. മുന്നോട്ട് പോകുവാൻ തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ മുന്നിൽ നിങ്ങൾക്ക് പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്ന ഒരു സൂര്യനെയാണ് കാണുന്നത്. നിങ്ങൾക്ക് ഈ ബന്ധത്തിൽ തുടർന്ന് നിൽക്കണമോ അതോ മുന്നോട്ട് പോകണമോ എന്നത് നിങ്ങളുടെ ചോയ്സാണ്. ഈ ബന്ധം സന്തോഷമാണ് നിങ്ങൾക്ക് നൽകുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാം. അല്ലെങ്കിൽ ഈ വിഷമങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് നടന്നു നീങ്ങാം എന്നാണ് പറയുന്നത്. ഒരു നല്ല ഫ്യൂച്ചർ മുന്നിൽ കാണുന്നുണ്ട് നിങ്ങൾക്ക്. പക്ഷേ ഡിസിഷൻ എടുക്കേണ്ടത് നിങ്ങളുടെ ചോയ്സാണ്. ഒന്നിലും സ്റ്റക്കായി നിൽക്കാതെ മുന്നോട്ട് പോവണം എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇനി നിങ്ങൾ പഠിച്ച പാഠങ്ങളെല്ലാം നിങ്ങളുടെ നല്ലതിന് വേണ്ടി എന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ഒരു നല്ല ഭാവി ആശംസിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.